പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ തിരുവചനം നമുക്ക് തുറന്ന് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. കരച്ചിലിൻ്റെ പ്രവാചകനായി അറിയപ്പെടുന്ന യിരെമ്യാ പ്രവാചകനാൽ വിരചിതമായ ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ഇത് വിശുദ്ധ തിരുവചനത്തിലെ 25-ാമത്തെ പുസ്തകവും 5 അധ്യായങ്ങളടങ്ങിയ പുസ്തകങ്ങളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനമായ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മഹാനരകത്തിൻ്റെ ചരമഗാനം എന്നാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധമായി ജീവിക്കേണ്ട ജനം പാപബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു ജീവിതാവസ്ഥയിൽ കടന്നുപോയപ്പോൾ ഒരു പ്രവാചകൻ്റെ നിലവിളിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൻ്റെ നടുവിൽ, ലോകത്തിൻ്റെ പോക്കുകളുടെ നടുവിൽ വളരെ കരച്ചിലോടും അനുതാപത്തോടും ഹൃദയവേദനയോടും ആത്മസമർപ്പണത്തോടും ആത്മഭാരത്തോടും കരയുന്ന ഒരു ഭക്തൻ, അവൻ പറയുന്ന വാക്കുകൾ ലോകത്തിന് തന്നെ അത് വളരെ വേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പകലിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ദൂത് ഇതാണ്: നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മൾ കരച്ചിലോടും നിലവിളിയോടും ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട ആവശ്യകതയുണ്ട്. നോക്കി, അയ്യോ പൊന്നു മങ്ങിപ്പോയി. പൊന്ന് എന്തിനെ കാണിക്കുന്നു? പൊന്ന് വിശ്വാസ സംഹിതകളെ കാണിക്കുകയാണ്. അതെ, ഒരു ദേശത്തിൻ്റെ, ഒരു ജനതയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ആരോടുള്ള വിശ്വാസം? ദൈവത്തോടുള്ള വിശ്വാസം ജനയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയജനമേ, വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. 2, നിർമ്മല തങ്കം മാറിപ്പോയി. എന്താണ് നിർമ്മല തങ്കം? അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തങ്കത്തോട് തുല്യനായിരിക്കുന്ന ഒരു തലമുറ, അതായത് വിശിഷ്ട പുത്രന്മാരെ കുശവൻ്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിർമ്മല തങ്കം ആരാണ്? വിശുദ്ധ തലമുറകളാണ്. അവിടെ നിർമ്മല തങ്കം അവിടെ മാറിപ്പോയി. വിശുദ്ധ രത്നങ്ങൾ ആരാണ്? ദൈവജനം. സകല വീഥികളുടെ തലയ്ക്ക് ചുരുഞ്ഞു കിടക്കുകയാണ്. നേരെ ഇരിക്കേണ്ട ചിലത് നേരെ ഇരിക്കാൻ കഴിയാതെ ചരിഞ്ഞു കിടക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, നേരേക്ക് പോകേണ്ടത് നേരെ പോകാതെ വക്രതയും കോട്ടമുള്ള ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു. വക്രതയും കോട്ടമുള്ള ഒരു ജനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുക, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛകരമായ പോക്കുകളുടെ നടുവിലും വളരെ വൈഷമ്യമായ കാലഘട്ടങ്ങളുടെ നടുവിലും നേരെ സഞ്ചരിക്കുന്നവർക്ക് ദൈവം അതിൻ്റെ പ്രതിഫലം കൊടുക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നേരോടെ സഞ്ചരിക്കുന്നവർക്ക് ദൈവം ഒരു പ്രതിഫലം കുറയ്ക്കത്തില്ല. അവൻ തല ഭക്തന്മാരെ ബഹുമാനിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവുകൾ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. നിങ്ങളുടെ തലമുറകൾ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. പ്രിയ വിശുദ്ധ ജനമേ, നിങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും നിലയിൽ ചരിഞ്ഞുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നേരെ നടക്കാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ മടങ്ങി വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ ആഹ്വാനം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ഏത് വിഷമങ്ങളുടെ ഘട്ടങ്ങളിൽ, ഏത് പ്രയാസങ്ങളുടെ ഘട്ടത്തിലും നിങ്ങളോട് കൂടിയിരിക്കുന്ന യേശു കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് യാത്ര തിരിക്കുക. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.